ഇതാണോ നാൻസിയുടെ വീട്? എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ മാത്രം സേഫ് അല്ല. ഒന്നിലധികം വാതിലുകൾ ഉള്ളതുകൊണ്ട് ഇവിടെ സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ നാൻസി മോൾക്ക് ഈ ബംഗ്ലാവാ ഇഷ്ടം. കണ്ണാടി മാള ഇതുപോലെ രണ്ടെണ്ണം വേറെ ഉണ്ട്, അവിടെ പോവില്ല. നീ ഒന്ന് പറയട്ടെ. ഡാഡിയുടെ ആത്മാവിട്ടുണ്ടെന്നാണ് മോളുടെ വിശ്വാസം. ഓക്കെ, ഐ വിൽ മാനേജ് ഇറ്റ്. മാനേജ് ഒന്നും ആവണ്ട, തല്ലുള്ളൂ. എന്താ? അല്ല, ബോഡി ഗാർഡ് ആയാ മതി എന്ന് പറയായിരുന്നു. കഷ്ടം. ഇവരാരാ? ബോബനും മോളിയും പോലെ രണ്ടെണ്ണം. ചന്ദ്രലേഖ എന്റെ ഡാൻസ് ടീച്ചറാ. മറ്റേ ടീച്ചറുടെ സഹോദരൻ ഭീമൻ. ഭീമനായാലും ശരി, ഘടോൽക്കനായാലും ശരി, ഞങ്ങൾക്ക് സെക്യൂരിറ്റി ചെക്കപ്പ് മസ്റ്റ് ആണ്. ബെൽറ്റ് ബോംബുണ്ടെന്നുള്ള ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്കപ്പ്. പോണ വസ്തുക്കളാണ്. എന്താണ് തന്റെ കയ്യിലുള്ളത്? സത്യം പറ. എന്റെ പെങ്ങളെ തൊട്ട് കളിക്കരുത്. അതെ, ഇനി മുതൽ എല്ലാം എന്റെ കർശനമായ നിയന്ത്രണത്തിലായിരിക്കും. ഓക്കെ, ആരും പ്രതികരിക്കണ്ട. അതൊരു കമാൻഡോയുടെ ഡ്യൂട്ടിയാണ്. മിടുക്കനാ, കൊള്ളാം. അപ്പോയിന്റ് ചെയ്തത് നന്നായി. അച്ചോങ്കിൽ ചാർലിക്ക് ഔട്ട് ഹൗസ് എന്ന് കാണിച്ചു കൊടുക്ക. ഹലോ. കൈ കൈ ചേട്ടാ, ഈ ചെക്കിംഗ് ഇടയ്ക്കിടയ്ക്കുണ്ടാവും. ബി കെയർഫുൾ. ഓക്കെ. ലേഖേ, ഇന്ന് ഡാൻസ് പ്രാക്ടീസ് വേണ്ട. ഓക്കെ. അനിയത്തിപ്രാവേ, അവന്റെ നിഴൽ നിന്റെ ദേഹത്തെങ്ങാനും പതിച്ചോ? പതിച്ചിരുന്നെങ്കിൽ മറ്റൊരു കുരുക്ഷേത്ര യുദ്ധം ഇവിടെ ആരംഭിച്ചേരെ. ഹലോ, പോകല്ലേ, ചായ കുടിച്ചിട്ട് പോകാം. കൃഷ്ണാനി വേഗ എനിക്ക് വേണ്ടി സൃഷ്ടിച്ച പൂജാപുഷ്പമാണിവൾ. ഹൈബ്രിഡ് വെറൈറ്റി. ഞാൻ കാത്തിരുന്ന കണവൻ എന്റെ ദുഷ്യന്തൻ ഇദ്ദേഹമല്ലേ? അയ്യോ, താൻ ആരാടോ? ഇന്ത്യയിൽ ആരും ഇന്ന് വരെ എന്റെ മുഖത്ത് നോക്കി ചോദിക്കാത്തൊരു ചോദ്യം. എന്നാ ഞാൻ ചോദിക്കുന്നു, ആരാടോ താൻ? പറയാം. താറ ലെവലിൽ നിന്നും ഹൈ ലെവലിലേക്ക് ഉയർന്നു വന്ന ഒരു വലിയ കുടുംബത്തിലെ അവസാനത്തെ കണ്ണികളാണ് ഞങ്ങൾ. ഞാൻ ഭീമൻ. കലയോടുള്ള ആക്രാന്തം കൊണ്ട് പിറന്ന മണ്ണിൽ തന്നെ അത് വളർത്തി വികസിപ്പിച്ചെടുക്കുകയാണ്. വികസിപ്പിച്ചോ? താനത് എന്നോട് പറയേണ്ട കാര്യമുണ്ട്. ഒരു അന്യപുരുഷന്റെ നിഴൽ പോലും വീഴാതെയാണ് ഞാൻ എന്റെ പെങ്ങൾ ചന്ദ്രലേഖയെ സംരക്ഷിച്ചു പോകുന്നത്. ഓഹോ, പെങ്ങളാണോ? നിങ്ങളാരാ? ഐ എം ബോഡി ഗാർഡ്. ബോഡി ഗാർഡ്? യെസ്, ഐ എം ബോഡി ഗാർഡ്, ഗാർഡ് ഓഫ് ദ ബോഡി. എന്റെ ഡ്യൂട്ടി എന്താണെന്ന് തനിക്കറിയാമോ? എവിടെ? അനധികൃതമായി ബംഗ്ലാവിൽ കയറി വരുന്ന ഏത് തറയെയും കയ്യോടെ പൊക്കിയെടുത്ത് അടിമുടി ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യാന്നുള്ളതാണ്. യു അണ്ടർസ്റ്റാൻഡ്? താൻ ഏത് ബോഡിയുടെ ഗാർഡ് വേണമെങ്കിലും ആയിക്കോ, പക്ഷേ എന്റെ പെങ്ങളുടെ ബോഡിയുടെ ഗാർഡാവൻ ഞാനുണ്ട്. ഭീമൻ, അറിയാമോ? പിന്നെ ഈ കണ്ണുകൊണ്ടുള്ള കഥകളി ഉണ്ടല്ലോ, അതങ്ങനെ നിർത്തിയേക്ക്. മേലിലുണ്ടായാലുണ്ടല്ലോ ഈ രണ്ട് കണ്ണ് ഞാൻ കുത്തിപ്പിടിച്ചോളയും. വാനെത്തിപ്രാവേ. കണ്ണ് കുത്തിപ്പൊട്ടിച്ചാലും വേണ്ടില്ല, ഈ കണ്ണുകൾ അടിച്ചോണ്ടേയിരിക്കും. എന്റെ പൂജാപുഷ്പത്തിനു വേണ്ടി അന്ധനാകാനും ഞാൻ തയ്യാറാണ്. ഒരു കാമാന്ധൻ റിഹേഴ്സൽ പോയിക്കളാൻ. പ്രാവേ, അനിയത്തി പ്രാവേ, ഇത് ഞാനാണ് എന്റെ സഹോദരൻ ഭീമൻ. ഭീമൻ ഭീമൻ ഇറങ്ങി വരൂ അനിയത്തി പ്രാവേ, ഇറങ്ങി വരൂ. അനിയത്തി പ്രാവേ. എന്താ ഹനുമാൻ ചേട്ടാ, മൈക്ക് വെച്ചൊരു അനൗൺസ്മെന്റ്? ഹനുമാൻ അല്ല വാനര, ഭീമൻ. ഭീമൻ രണ്ടായാലും ഏതാണ്ട് ഒന്നാണല്ലോ. എന്തായാലും ഈ ശരീരത്തിന് പറ്റിയ പേര് ആരിട്ട് ഇത്ര കൃത്യമായിട്ട് ഈ പേര് ഇട്ട ആളൊന്ന് കാണാൻ പറ്റുമോ? എന്തിനാ? അല്ല, ആ വലിയ മനുഷ്യനെ കണ്ടൊന്ന് വന്നിക്കാനാ. പോയോ മിസ്റ്റർ ബാർലി? ബാർലി അല്ല, ചാർലി. ഇവിടെ നിങ്ങൾ ഏറെ വൈകിപ്പോയി. അച്ഛൻ കാലയവനികക്കുള്ളിൽ മറിഞ്ഞിട്ട് നീണ്ട 5 രംഗങ്ങൾ കഴിഞ്ഞു. രംഗോ? ഒരു കലാകാരനെ സംബന്ധിച്ച് ഓരോ വർഷവും ഓരോ രംഗങ്ങളാണല്ലോ. ഓ, അങ്ങനെ. അതൊക്കെ പോട്ടെ, എന്റെ അനിയത്തി പ്രാവ് എവിടെ? പ്രാവൊക്കെ നേരത്തെ പറന്നു പോയി.
ഇതാണ് എനിക്ക് പിടിക്കാത്തത്. ഞാൻ വന്നിട്ട് പോയാൽ മതി പ്രത്യേകം പറഞ്ഞതാ. സ്ത്രീപീഡന കാലമാണ്, വിശ്വസിക്കാൻ കൊള്ളൂല. ആംബ്ലിഫയറിന്റെ കണ്ടൻസർ പോലെയാണ് ഞാൻ അവളെ കൊണ്ടു നടക്കുന്നത്. വയറും നിളയ്ക്കാൻ മതി, ജീവിതം മൊത്തം അടിച്ചു പോകുമ്പാറില്ലേ. വയറിളകിയ വല്ല ഡോക്ടറെയും കാണിച്ച പോരെ. ആ വയറിന്റെ കാര്യമല്ല പറഞ്ഞത്, ഈ വയറിന്റെ കാര്യമാ ബാർലി. ബാർലി അല്ല, ചാർലി. രണ്ടായാലും സ്വിച്ച് ബോർഡ് ഒന്നല്ലേ. എന്നാലും പേര് രണ്ടാണല്ലോ. അതിരിക്കട്ടെ, ആ മറ്റേ മരം കൊണ്ട് എന്തേ? അകത്തുണ്ട്, വിളിക്കാം. ചാപ്ലിൻ വേണ്ട ചേട്ടാ. വേണ്ട വേണ്ട, എന്തേ? അവനോട് ലെയിൻ കൊടുക്കുമ്പോ സൂക്ഷിച്ചു കൊടുക്കണമെന്ന് പറ. ഇല്ലെങ്കിൽ ന്യൂട്രൽ ബേസ് തിരിഞ്ഞു പോകും. ന്യൂട്രൽ ബേസ് തിരിഞ്ഞു പോയാൽ അവന്റെ ആംപ്ലിഫയർ അടിച്ചു പോകും. ഞാനൊരു 11 kV ആണെന്ന കാര്യം മറക്കണ്ടെന്ന് പറഞ്ഞാല്. അവിടെ നില്ല്, ഇത് നേരിട്ട് തന്നെ പറ, വിളിക്കാം. ചാപ്ലിൻ ചേട്ടാ. വേണ്ട വേണ്ട, പറഞ്ഞാ മതി, പോയിട്ടൊരു അത്യാവശ്യ കാര്യമുണ്ട്. വന്നേ. ചാപ്ലിൻ ചേട്ടാ, ചേട്ടന്റെ കാര്യം കട്ടപ്പുക. കാനന ചായയിലാടുമിക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല, നമ്മൾ രണ്ടും സൈസു കൊണ്ടൊട്ടും ശരിയാവില്ല. പെണ്ണെ, ആവശ്യമില്ലാതെ ജനറേറ്ററിന്റെ അകത്ത് ഡീസൽ ഒഴിക്കുന്നത് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വഴി മറക്കടി. വഴി അതല്ലേ? ഇവിടെ ആരാ ഇങ്ങനെ ഒരു വഴി ഓർന്നത്? ഹലോ ചെക്കലോ ചെക്കലോ ചെക്കലോ, 1 2 3 4 5. ഹലോ ചെക്കലോ, 1 2. കുട്ടിക്കാലത്ത് കാരണവന്മാര് പള്ളിക്കൂടത്തിൽ പറഞ്ഞു വിടുമ്പോ പറങ്ങാണ്ടി പറക്കാൻ പോയാലിങ്ങനെ എണ്ണി എണ്ണി വാടും. എന്താ പറഞ്ഞ മനസ്സിലായില്ല? അല്ല, ഞാൻ ഭീമേട്ടന്റെ ശരീരത്തിന് വണ്ണം ഇല്ലല്ലോ എന്ന് പറഞ്ഞതായിരുന്നു. എണ്ണത്തിലും വണ്ണത്തിലും ഒന്നല്ല മനുഷ്യന്റെ സത്ത ഇരിക്കുന്നത്. ഞാൻ ഭീമേട്ടനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി. വന്നതിന്റെ കാര്യം ഞാൻ ചന്ദ്രലേഖ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ്. ഓ അതാണോ? ചന്ദ്രലേഖ എന്താ പറഞ്ഞത്? ചന്ദ്രലേഖ കൂട്ടിക്കൊണ്ടുപോകാനോ? മാഡം പറഞ്ഞിട്ടാണ് ഡാൻസ് ഓടിപ്പിക്കാൻ. ഞാൻ റെഡി ആയിട്ടാ, നമുക്ക് പോവാം. വാ. ചന്ദ്രലേഖ അന്യപുരുഷന്റെ നിഴൽ. അതിന് ഞാൻ നിങ്ങൾക്ക് അന്യപുരുഷനാണോ? ആണോ ചന്ദ്രലേഖ? ഇല്ല ഏട്ടാ, ഞാൻ നിങ്ങളുടെ അകത്ത് കുട്ടികളല്ലേ പറഞ്ഞത്? ഏതായാലും കുട്ടികളൊക്കെ ഇതുവരെ വന്നില്ലേ, നീ ഡാൻസ് പഠിപ്പിച്ചു കഴിഞ്ഞ് ഞാൻ കുറ്റിയിട്ടോളാം. നിങ്ങളുടെ അകത്ത് പോയാ പറഞ്ഞത്. അപ്പൊ ചന്ദ്രലേഖ ഞങ്ങൾ എത്തിക്കൊള്ളാം. അങ്ങോട്ട് വരാൻ വണ്ടിയും കിട്ടിയൊന്നും ഇല്ല. എടാ, ഏത് സ്വന്തമായിട്ട് കപ്പൽ വരെ ഉണ്ടാത്ത ഫാമിലി ആണോ? കപ്പൽ കയറിയ ശരീരം ഉണ്ടെന്ന് കണ്ടാ പറയല്ല. അതൊക്കെ ഒരു ഹോബിക്ക് വേണ്ടി അച്ഛൻ വിറ്റ് തള്ളി. എന്നിട്ടായിരിക്കും മൈക്ക് ഉണക്ക ബാലയായിട്ട് ഇവിടെ കൂടിയത്. മൈക്ക് മുണക്ക ബാലെ മാത്രമല്ല, മറ്റു പലതുണ്ട്. കാണോ? വേണ്ട, കണ്ടാലിന്റെ കൺട്രോൾ വിടും. എനിക്ക് നിയന്ത്രിക്കാനാവില്ല. ചന്ദ്രലേഖ വരൂ, പോകാ. ചന്ദ്രലേഖ പോകുന്നത്. ചന്ദ്ര എന്റെ പൂജാപുഷ്പമേ, എന്റെ മാനസ സരോവരത്തിൽ മസിലുള്ളവർക്കേ സ്ഥാനമുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഈ കാമാന്ധൻ അതിനായി പരിശ്രമിക്കുകയാണ്. നല്ല അഭ്യാസിയാണെന്ന് തോന്നുന്നു. അങ്ങനൊന്നുമില്ല, 1-2 അഭ്യാസങ്ങൾ അറിയാം. കണ്ടപ്പോ നല്ല മുഖപരിചയം തോന്നി, അതാ ചവിട്ടാൻ പറഞ്ഞത്. അയ്യോ, ചവിട്ടരുത്. ഞാനിപ്പോ ശരീരം പുഴുങ്ങി തിരുമി ഇളയതായി നിൽക്കുകയാണ്. ആ ചവിട്ടല്ല, വണ്ടി ചവിട്ടിയ കാര്യമാ പറഞ്ഞത്. അത് ശരി. അല്ലെ, മുഖത്തെന്താ വാരി പൂശിയിരിക്കുന്നത്? സൗന്ദര്യം വരുത്താനുള്ള ഫേഷ്യൽ ക്രീം. ഇതിട്ടാ വല്ല മാറ്റവും വരുമോ? സ്ഥലമാറ്റം വരും. അയ്യോ, ഇപ്പൊ തന്നെ ഒരു മാറ്റം കഴിഞ്ഞു വന്നതേ ഉള്ളൂ. ഇനി ഒരു മാറ്റം കൂടെ താങ്ങാനുള്ള ശേഷി ഈ ശരീരത്തിനില്ല. എന്താ പേര്? ചളി ചാപ്ലിൻ. ചാപ്ലിൻ? മിസ്റ്റർ ചാപ്ലിൻ, ഈ റോസ്റ്റില്ല എവിടാന്നറിയോ? റോസ് വില്ല ഇവിടുന്ന് 4ാമത്തെ വളവിൽ 3ാമത്തെ വളവിൽ വീടാണ്. താങ്ക് യു താങ്ക് യു. ചാപ്ലിൻ, അഭ്യാസം തുടർന്നോളൂ. ഒരു മുട്ട എടുക്കുന്നതിൽ വിരോധമുണ്ടോ? മുട്ട എടുക്കുന്നതിൽ വിരോധമില്ല, മുട്ട അടിക്കരുത്. നിർദോഷികളെ ഞങ്ങൾ എന്തിനാ മുട്ട അടിക്കുന്നത്? മുട്ട എടുക്കുവാണേ. പോസായതുകൊണ്ട് നല്ല രുചിയായിരിക്കും. വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല. എന്തോ പറഞ്ഞ പോലെ തോന്നി. ഒന്നും പറഞ്ഞില്ല. ഒന്നും വിചാരിക്കരുത്, ഒരു മുട്ട കൂടെ എടുക്കുക. അല്ലെങ്കിൽ വേണ്ട, ഒരു 3-4-5 കയ്യിലിരിക്കട്ടെ. പോകുന്ന വഴിക്ക് പട്ടി കൊണ്ടേൽ എറിയാം. പട്ടി? ഇതെന്തു പാലാ? അമിഞ്ഞ പാല്. തത്തൈ താഹത്തൈ ദിത്തൈ താഹത്തൈ ദിത്തൈ താഹത്തൈ തത്തൈ താഹത്തൈ ദിത്തൈ താഹത്തൈ തൈഹ തൈഹി തൈഹ തൈഹി തക്കിട്ട 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 തക്കിട്ട. അതെ,
ദിത്തൈ 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 തൈ തൈ തിരുതൈ താ. കുട്ടി, ഇത് വെസ്റ്റേണും ബ്രേക്ക് ഡാൻസും ഒന്നുമല്ല. ഭരതനാട്യം എന്ന് പറയുന്നതേ മെയ് വഴങ്ങി തന്നെ ചെയ്യണം. മുഖത്ത് ഭാവവും വരണം. അങ്ങോട്ട് മാറിയുന്നേ. നോക്ക്. തത്തൈ താഹ തൈ. ഇരിക്ക്. ആ ഇരിക്ക്. നോക്ക്. തത്തൈ താഹ ദിത്തൈ തൈ തിരുതൈ താ. ഇങ്ങോട്ട് നോക്ക്. എന്റെ മുഖത്ത് നോക്കണേ. ഓക്കെ. ഇരിക്കെ. ഓക്കെ. തത്തൈ താഹത്തൈ ദിത്തൈ താഹത്തൈ തത്തൈ താഹത്തൈ ദിത്തൈ താഹത്തൈ. ഇരുന്ന് കളിക്കണം. തത്തൈ താഹത്തൈ ദിത്തൈ തൈ തൈ ദിത്തൈ താ. കൈ താഴെ വരണം. തത്തൈ തൈ ദിത്തൈ താ. തത്തൈ താഹത്തൈ ദിത്തൈ താഹത്തൈ. ആരത്? ഭീമൻ ചേട്ടനോ? അല്ല, അർജുനൻ. അപ്പൊ പേര് മാറ്റിയോ? പേര് മാത്രമല്ല, തന്റെ മോന്റെ ഷേപ്പ് വരെ ഞാൻ മാറ്റും. എന്തിന്? പലവട്ടം ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ പെങ്ങളിങ്ങനെ ഒളിഞ്ഞു നോക്കരുതെന്ന്. ഒളിച്ചു നോക്കിയതല്ലേ ഉള്ളൂ, ഒളിച്ച് ഓടിയില്ലല്ലോ. അപ്പൊ ഒളിച്ചോടാനുള്ള പരിപാടി ഉണ്ടല്ലേ? എന്താ പ്രശ്നം? എന്താ ഇവിടെ? എന്താ ഇത്? എടോ ചാർലി, ഒരു ജീവപര്യന്തം തന്നെ എത്ര വർഷം അറിയാമോ? അങ്ങനെ ഇത്ര വർഷമൊന്നുമില്ല. എത്ര വർഷം വേണോ ആകാം. എന്തായാലും മിനിമം ഒരു 15 കൊല്ലം വരും. എന്തിനാ? നിങ്ങൾ കൊന്നിട്ട് ജയിലിൽ പോയി. ജയിലിൽ പോകാനൊക്കെ നിങ്ങൾക്ക് പിന്നീട് അവസരം കിട്ടും. ഇഷ്ടംപോലെ കിട്ടും. പെണ്ണുങ്ങൾ ഡാൻസ് കളിക്കുന്നിടത്ത് തനിക്ക് എന്താണോ കാര്യം? അവരുടെ ചുവടുകൾ ശരിയാണോ എന്ന് ഞാൻ സസൂക്ഷ്മം നിരീക്ഷിക്കായിരുന്നു. ഇയാളാരെ കലാമണ്ഡലം ചാപ്ലിൻ നായരോ? ചോദിക്ക് ചാർലി. ആ ഭീമട്ടൻ കൂൾ ഡൗൺ. അവിടെ ചെന്ന് കാവലേക്ക് പോയി. കാവലേക്ക് ചാർലി പറഞ്ഞോണ്ട് മാത്രം. ഓക്കെ ഓക്കെ. ഈ ബോഡി ഗാർഡിന്റെ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. ചേട്ടാ അങ്ങോട്ടല്ലേ? അവൻ എന്റെ തിരക്കാ കൈ കൊണ്ടത് അറിയാം. നിക്കവിടെ നിക്കണോ അവിടെ? ദേ പഴയ ചെറ്റ സ്വഭാവം കാണിച്ചോണ്ടല്ലോ. സ്നേഹിക്കുന്ന ഒരു കുറ്റമാണോ? സ്നേഹിക്കുന്നത് കുറ്റമല്ല, പക്ഷെ നിന്നെ പോലുള്ള തെണ്ടികൾ സ്നേഹിക്കുന്നത് കുറ്റമാ. സൂര്യ, ചന്ദ്ര, ചാർലി, ചാപ്ലിൻ ആവശ്യമില്ലാതെ ഇവിടെ കിടന്ന് ചുറ്റി കളിച്ചോണ്ടല്ലോ. എന്റെ ചേർപ്പ് ഭഗവതി, ചന്ദ്രലേഖ എന്നോടൊപ്പം ചേർത്ത് വെക്കണമേ. നല്ല താളബോധം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എന്ത് വിശേഷം? ഇപ്പൊ പ്രോഗ്രാമിനൊന്നും പോണില്ലേ? 3-4 പരിപാടി ഉണ്ടായിരുന്നു. പരിപാടി നടത്തിയിടത്തൊക്കെ കൈയടിയുടെ ബഹളം. അപ്പൊ പ്രോഗ്രാം കഴിയുമ്പോ അടിയാണോ കിട്ടുന്നത്? അയ്യോ, ആടിയുടെ കാര്യമല്ല പറഞ്ഞത്. പ്രോഗ്രാം നടത്തുന്നത് നാട്ടുകാരുടെ ക്ലാപ്സ്. ഓ, അത് ശരി. ഭീമട്ട് വീശു? ഈ വീശലല്ലേ? അയ്യോ, ആ വീശലല്ല, ഈ സ്മാളടി. വീശു. അങ്ങനെയൊന്നുമില്ല. രണ്ടെണ്ണം ഓസാണെങ്കിൽ 12 എണ്ണം. 12 എണ്ണോ? നിർബന്ധിച്ച മാത്രം. എടുക്കനാണല്ലോ. നല്ല അസല് സാധനം ഇരിപ്പുണ്ട്. വാ സ്കോച്ചാണോ? സ്കോച്ചിന്റെ കുപ്പിയില വാറ്റ 69. അതൊന്നും വേണ്ട, 12 എണ്ണം മതി. ഇനി കുട്ടി പ്രാക്ടീസ് ചെയ്തോണ്ട് ഞാൻ ഇപ്പൊ വരാവേ. എന്തിനാ എന്നെ വിളിച്ചത്? എന്റെ പൊന്നാങ്ങളെ അറിയാതെ ഇന്ന് വരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പൊന്നാങ്ങളെയുടെ അനുവാദം മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഇത്ര കൂളായിട്ട് ഇങ്ങോട്ട് വിളിച്ചത്. നാളെ ഞാൻ എന്റെ ചന്ദ്രലേഖയെ കാണാൻ വീട്ടിൽ വരും. എനിക്ക് മനസ്സ് തുറന്ന് ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്റെ പൊന്നാങ്ങളെ എങ്ങാനും അറിഞ്ഞാ? പൊന്നാങ്ങളെ തട്ടിക്കളെ അല്ല, തട്ടിക്കറിയ മട്ടുമാറുന്ന ആളാണെന്ന് പറഞ്ഞായിരുന്നു. എന്നാ ഞാൻ ചെല്ലട്ടെ. എപ്പോ വന്നു? ഞാനോ? ഞാൻ വന്നിട്ട് 50 വർഷം കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു ഇപ്പൊ ഒന്നേ ഉള്ളെന്ന്. തന്നെ ഞാൻ എന്തിനിവിടെ കൊണ്ടുവന്നു? താൻ എന്ത് ചെയ്യുന്നു? ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണോ? ഇപ്പൊ അകത്തേക്ക് പോയത് അവളല്ലേ? അപ്പൊ അകത്ത് പാടിക്കൊണ്ടിരുന്നത് ആര്? അല്ല, അപ്പൊ പുറത്തേക്ക് പോയത് ആര്?
രണ്ടെണ്ണം അകത്ത് തന്നാ പുറത്താര് അകത്താര് ഒരു പിടിയില്ല. കിടക്കട്ടെ. അപ്പൊ അകത്ത് ഇതായിരുന്നല്ലേ? സാർ എന്താ ഇതുവരെ സംസാരിച്ചത്? എനിക്കൊരു പുള്ളി മനസ്സിലായില്ല. തനിക്കൊന്നും മനസ്സിലായില്ലേ? എടാ മരത്തറയാ, ഞാൻ പോയിട്ട് വരുമ്പോ താൻ എല്ലാ കാര്യം ശരിയാക്കാൻ പറഞ്ഞിട്ട് പ്രേമിക്കാൻ ആ നടക്കുന്നു. അക്കാര്യം മാത്രം സാർ സംസാരിക്കരുത്. അതെന്റെ വ്യക്തിപരമായ കാര്യമാണ്. എന്താ വെച്ചാ പ്രേമിക്കുന്ന മനസ്സുകളെ തമ്മിൽ പിരിക്കരുതെന്ന്. അവിവാഹിതനായ സാറിന് എങ്ങനെ പ്രേമത്തിന്റെ ഫീലിങ്സ് മനസ്സിലാവാൻ? പ്രേമത്തിന് ഇത്ര വലിയ ഫീലിങ്സ് ഉണ്ടോ? പിന്നെ എങ്കിൽ അത് വെച്ചൊരു കളി കളിക്കാം. ആ ചന്ദ്രലേഖ, ചന്ദ്രലേഖ, ഇവിടെ ഇവിടെ ഇവിടെ. ആരാ ചേട്ടാ? ഞാനാ? ഈ കൂരിരുട്ടത്ത് എന്റെ ചാപ്പിലേട്ടൻ എങ്ങനെ ഇവിടം വരെ എത്തി? ഒരു പിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ട എന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചു. ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വരാൻ നിനക്ക് ഭയം തോന്നിയില്ലേ ചന്ദ്രലേഖ? എന്റെ ചാപ്പിലേട്ടനുള്ളപ്പോ എനിക്കെന്ത് ഭയം? എന്നെ അത്രയ്ക്ക് വിശ്വാസമാണോ? പിന്നെ അതിലെന്ത് സംശയം ഇരിക്കുന്നു? നിന്റെ പാരച്ചേട്ടൻ എവിടെ? കൂർക്കം വലിച്ചുറങ്ങുകയാണ്. എന്റെ ദൈവമേ, ആ നല്ല മനുഷ്യന്റെ കൂർക്കം വലി എന്നേക്കുമായി നിർത്തി എന്റെ മാർഗം നീ തുറന്നു തരണമേ. ആമേൻ. എന്റെ ദൈവമേ, നീ ഞാൻ പറഞ്ഞ കേട്ടോ? ദൈവമല്ലടാ, ഞാനാ. അയ്യോ അതാരാ? നിന്റെ ആങ്ങളാ. എടാ എടാ, നീ ഇന്ന് വരുമെന്ന് എനിക്ക് അറിവ് കിട്ടി. അതുകൊണ്ട് ഞാൻ ഫുൾ സെറ്റപ്പ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തന്നെയാണോ? എടാ ലോനപ്പ, ശങ്കര, വാടാ, എല്ലാരും വാടാ. കണ്ടോ, അന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എന്റെ പ്രാവിനെ തട്ടിക്കൊണ്ട് പോകാനുള്ള പരിപാടി ഇവനുണ്ടെന്ന്? അന്ന് നിങ്ങൾ വിശ്വസിച്ചോ? കൂട്ടുകാരെ, ഒരാൺതരിയുടെ നിഴൽ പോലും വീഴാതെയാണ് ഞാൻ എന്റെ പ്രാവിനെ ഇതുവരെ വളർത്തിയത്. പക്ഷെ ഇപ്പൊ എന്റെ കൈവിട്ടുപോയി. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് എന്റെ ഈ പ്രാവും ഇവനുമായുള്ള കല്യാണം നടത്താൻ പോവുകയാണ്. കല്യാണോ? തന്റെ ഈ പെങ്ങൾ ആര് കെട്ടുവിടൂ? ഇത് വെറും ഒരു ടൈം പാസ്. ടൈം പാസ്? നേരം പോക്ക്. ടൈം പീസ് ആക്കടാ. അങ്ങനെ വഴിക്ക് വാ. മാറിക്കണങ്ങട്. കേട്ടടാ, താലിയാ? കേട്ടടാ താലി. അങ്ങനെ ആയിട്ടോ. ചാപ്പിലേട്ട, ഇങ്ങനെ ഒരു കല്യാണം ഇത് കല്യാണമല്ല, തല്ലിയാണം.